കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യ രാഷ്ട്രീയ വിവാദമാക്കാനുള്ള BJP നീക്കത്തിനിടെ ലവ് ജിഹാദ് ആരോപണം തള്ളി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. FIR-ലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ NIA അന്വേഷണത്തിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അതേസമയം NIA അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പെൺകുട്ടിയുടെ കോതമംഗലത്തെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. NIA അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്ന് കേന്ദ്രമന്ത്രി. സംഭവത്തിൽ ലവ് ജിഹാദ് ആരോപണം തള്ളി ജോർജ് കുര്യൻ. NIA ഇടപെടുന്നതിന് അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജറും ഉണ്ട്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ ആ നിലവിലേക്ക് എത്തിയിട്ടില്ല. മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം BJP കോതമംഗലത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതേസമയം NIA അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. മൊഴിയെടുത്തപ്പോൾ മതം മാറുന്ന കേസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവരത് കറക്റ്റായിട്ട് എഴുതിക്കൊണ്ടും പോലില്ല. മൊഴി കറക്റ്റായിട്ട് തന്നെ എഴുതിക്കൊണ്ടു. ഇതിന് പുറകിൽ മാത്രമല്ല, ഇതേമാതിരി ഏറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നും കൂടെ അറിയാലോ. ഇത് ഇതേമാതിരി തന്നെ. പെൺകുട്ടിയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സീറോ മലബാർ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളൊരു പ്രസ്താവനയാണ് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. അത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മയുടെ നിലപാടും അതുതന്നെയായിരുന്നു. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള റമീസിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. റമീസിന്റെ ആലുവയിലെ വീട്ടിൽ പെൺകുട്ടി മർദ്ദനത്തിനിരയായപ്പോൾ ഒപ്പമുണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.